എന്റെ ദൈവമേ വേർത്തിട്ട് ഇരിക്കാൻ പറ്റണല്ലോ. എന്നാ പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? വീട്ടിൽ 3 അണ്ട ഉണ്ടെങ്കിൽ കയ്യിലങ്ങ് എടുത്തോളും. ഫുള്ള് നമുക്ക് ആവശ്യമില്ല, ഇതിന് മഞ്ഞ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. അത് തന്നെ ഇത് മാറ്റിയിടാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ്. ഇതിന് DIY കുപ്പിയുടെ കോർക്കൊക്കെ വെച്ചിട്ട് എടുക്കാന്ന് തോന്നുന്നുണ്ട്. 3 എണ്ണ വേണ്ടെങ്കിലും എന്റെ ഒരു മഞ്ഞ പൊട്ടിപ്പോയോണ്ട് എനിക്ക് 4 മുട്ട എടുക്കേണ്ടി വന്നു. ഈ ഒരു പണി മാത്രം എനിക്ക് ഇത്തിരി ടാസ്ക് ആയിട്ട് തോന്നിയുള്ളൂ, ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. ഡബിൾ ബോയിലിംഗ് മീൻസ് എളുപ്പമാണ്. കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിൽ അങ്ങോട്ട് മഞ്ഞയുടെ മുട്ടയിട്ട് നന്നായി ഒന്ന് കുറുക്കി എടുക്കുക. അതിന്റെ ഉള്ളിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് കുറുകി തിക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജ് കയറ്റും. ആ നേരം കൊണ്ട് നമ്മൾ വലിച്ചു വാരിയിട്ട പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് അങ്ങോട്ട് കഴുകി ഒതുക്കി വെക്കുക. അപ്പോഴാണ് ഞാൻ നോക്കിയത് ഇതിന് വേണ്ടിയുള്ള ഫ്രഷ് ക്രീം ഞാൻ മേടിച്ചില്ല. ഇത് വെറും 292 രൂപയ്ക്ക് ഞാൻ മേടിച്ചൊരു കുർത്തി കേട്ടോ. സമ്മറിലിടാൻ ഭയങ്കര സുഖമൊക്കെ ഉണ്ട്. പുറത്ത് പോയി സാധനം മേടിച്ച് വന്നപ്പോഴേക്കും കരിഞ്ഞു പോയി കഴിച്ചു. ഫ്രഷ് ക്രീം നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം ബീറ്ററിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ശേഷം ഞാൻ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് നല്ല മധുരം കിട്ടാം. കുറച്ചൊക്കെ എന്റെ വയറ്റിൽ പോയിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എഗ് യോക്ക് അതിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ബീറ്റ് ചെയ്യുക. ഇനി ഇത് നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കി അടച്ചു പൂട്ടി ഫ്രീസറിനകത്ത് ഒരു 6 മണിക്കൂറത്തേക്ക് വെക്കുക. എന്റെ ഇവിടെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 12 മണി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തു. നമ്മൾ പുറത്ത് പോയി മേടിക്കണ ഐസ്ക്രീമിനേക്കാളും ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തിയും ആട്ടോ. എഗ് യോക്ക് വെച്ച് ഉണ്ടാക്കിയോണ്ട് തന്നെ ഇത് വെറുതെ ഒരു ഐസ്ക്രീം അല്ല, പ്രോട്ടീൻ ഐസ്ക്രീം ആണ്. ഫ്രീസ് ലേശം കൂടിയോണ്ടാന്ന് തോന്നുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കാൻ കുറച്ചധികം സമയം എടുത്തു. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. സമ്മറിലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ ബൈ.